ഹൈമാവതി കൃഷിയുള്ള വീട്ടിൽ ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് ഞാനൊരു ചാക്കിൽ പ്രത്യേക തരം ഒരു പിന്നെ ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നടലാന്ന്. ഇത് കണ്ടില്ലേ, ഈ ചാക്കിൻ്റെ അകത്താണ് ഇപ്പം ഇത് ഞാൻ കുറേ കാട് നിറച്ച് വെച്ചിട്ട് വേണ്ട കാട് ഈ കാട് നിറച്ച് വെച്ച് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഈ പോട്ടി വിശുദ്ധുണ്ട് ഇടാ. അതിൻ്റെ അപ്പുറം കുറച്ചും കൂടി വേപ്പും പിണ്ണാക്ക് ഉണ്ടാ, വേപ്പും പിണ്ണാക്ക്, പിന്നെ കുറച്ച് ആട്ടും വളം ഉണ്ടല്ലേ, ഇത് ആട്ടിൻ വളം, കുറച്ച് ആട്ടിൻ്റെ വളം അത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് എല്ലുപൊടി, ഇതും കൂടി അയിജപ്പരം മുട്ടിനെങ്കിലും ഇത് പോരാതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ഇത് ഇടുന്നതാണ് കണ്ടാ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ ചക്കരക്കിഴങ്ങിൻ്റെ ഈ വെള്ളിയാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ നടാനാ പോകുന്നത്. ഈ ചക്കരക്കിഴങ്ങിൻ്റെ ഈ വെള്ളി നടാൻ ഞാനിപ്പോൾ ഇത് ഇവിടെ നടാനാ പോകുന്നു കണ്ടില്ലേ. ഇവിടെ നടാനാ പോകുന്നു കണ്ടില്ലേ. ഇതിനകത്ത് ഞാനിപ്പോൾ ഇതുകൂടി ഇളക്കട്ടെ. ഇതാ ഇതേപോലെ ഇത് ഇളക്കി വെക്കട്ടെ. ഇതിപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഇതിനകത്ത് ഇടാനാ പോകുന്നു. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ എടുത്തിട്ട് ഈ ചാക്കിൻ്റെ അകത്ത് നിറക്കട്ടെ. ചാക്കിൻ്റെ അകത്ത് ഞാൻ നടുന്ന് കാണിച്ചു തരാം. ചാക്കിൻ്റെ അകത്ത് നടുന്നത് കാണിച്ചു തരാം അല്ല. ഇത് ഇതേപോലെ ഇതിൻ്റെ അകത്ത് നിറക്കുക. ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് ഇതേപോലെ നിറച്ചാൽ എങ്ങനെയാ നടുന്നത് കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഇതൊരു തരം വെറൈറ്റി നടലാന്ന്. ഇതൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നല്ലോണം കിഴങ്ങ് കിട്ടും ഇതിനകത്തുനിന്ന്. ഇങ്ങനെയാകുമ്പോൾ ഓരോരോ തലമൊന്നും കിഴങ്ങുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ ആക്കുന്നത് കണ്ടില്ലേ. ഇതേപോലെ ഇത് നിന്നിട്ട് ഇതിൻ്റെ താലേക്ക് ഇതേപോലെ അങ്ങ് താത്ത് കൊടുക്കുക. ഇതിനിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇതിനകത്ത് ഇതേപോലെ അങ്ങ് താത്ത് കൊടുക്കണം. ഇതേപോലെ അന്നേരം അങ്ങ് താണോളും. ഇതും കൂടി അങ്ങ് താവും. ഇങ്ങനെ കുട്ടിക്കൊടുത്താൽ ഉണ്ടല്ലേ. ഇതേപോലെ അങ്ങ് താത്ത് കൊടുക്കുക. ഇതേപോലെ താത്തിട്ട് കൊടുക്കുക. ഈ പ്രോട്ടീൻ മിക്സ് ചെയ്ത് ഇങ്ങ് താന്ന് വരണം, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും എത്തൂലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നടുന്നത്. ഇതേപോലെ നടുക. എന്നിട്ട് ഇതിപ്പം തേച്ചും വേണ്ട, ഇത് മടക്കി വെക്കാം. ഇതിങ്ങനെ മടക്കി വെക്കാനാണ് ഇത്, അല്ല ഞാൻ കീറിപ്പോന്നു കണ്ടില്ലേ. ഇത് ഞാൻ കുറച്ച് മടക്കി വെക്കട്ടെ. ഇതേപോലെ മടക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. അതില്ല ഇതേപോലെ ആക്കിയിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ മിശ്രിതം വാരിയിടാം. കുറച്ചും കൂടി ഞാൻ അതിൽ വാരിയെടുത്തേ. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ നട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിന് താണ് പോയിക്കോളും. ഇതേപോലെ നിറച്ച് ഇല്ലേ, ഇതേപോലെ നിറച്ച് വെക്കുക. ഇതുപോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇത് ഇതിനകത്ത് നടുക. ഇപ്പം കണ്ടല്ലോ ഇതേപോലെ. ഇതുപോലെ ഇതിപ്പം ഇന്നതിന് വേണ്ട വെച്ചാൽ ഇപ്പം എങ്ങനെയാണ് നടുന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഇര കണ്ട, ഇവിടെ ഒരു ദ്വാരം, ഇവിടെ ഒരു ദ്വാരം, ഇവിടെ ഒരു ദ്വാരം കണ്ടില്ലേ. ഇവിടെ ഒരു ദ്വാരം, ഇവിടെ ഒരു ദ്വാരം. ഇതേപോലെ ഇതിൻ്റെ സൈഡിലും ചുറ്റും ദ്വാരം ഉണ്ടാക്കുക. ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇത് നടുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ എടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ കുത്തി കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കുക. ഉണ്ടല്ലേ, ഇതേപോലെ അവിടെ കുത്തി കൊടുക്കുക. ഇത് ഉണ്ടല്ലോ ഇതേപോലെ. ഇതേപോലെ അവിടെ കുത്തി കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ട ഇതേപോലെ കുത്തി കൊടുക്കുക.
ഇത് കണ്ടില്ലേ, ഇതേപോലെ കുത്തി കൊടുക്കുക. കണ്ടാ, ഇതേപോലെ ഇങ്ങനെ നട്ട് കൊടുക്കുക. ഇങ്ങനെ നട്ടിട്ട് ഇതുപോലെ ഇതിനകത്ത് നട്ട് കുത്തി കൊടുക്കുക. കണ്ടില്ലേ? ഇനിയിപ്പോൾ തിരിച്ചിട്ട് വെക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ കുത്തി കൊടുക്കാം. കൊണ്ടല്ലോ ഇതേപോലെ ഇവിടെ കുത്തിയാടെ അമർപ്പിച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമ്മളിപ്പോൾ ഇത് കൂടുതൽ നീളം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഇടിയും കുത്തി കൊടുക്കുക. ഈ ദ്വാരത്തിലെല്ലാം കുത്തി കൊടുത്തിട്ടാകുമ്പോൾ ബാക്കി നമുക്ക് ഇരുമേലയും നടുക. ഇതിലെല്ലാം കിഴങ്ങുണ്ടാവും. ഇത് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിലെല്ലാം കിഴങ്ങ് നമുക്ക് വരും. ഇതിൻ്റെ അകത്തെല്ലാം കിഴങ്ങ് വരും. അതിനാണ് ഇത് ഈ ഒരു സൂത്രം. ഇതുണ്ടല്ലോ, ഇതും കൂടി ഇത് ഇവിടെ എല്ലാ ദ്വാരത്തിലും കണക്കായിട്ട് കുത്തിയിട്ടാകുമ്പോൾ ബാക്കി എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നട്ടു കൊടുക്കാം. ഇവിടെ ഒന്നും കൂടിയുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നടുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതേപോലെ ഇതിൻ്റെ മേലിൽ നട്ടു കൊടുക്കാം. നമുക്ക് ഒന്ന് ഇവിടെ നട്ടു കൊടുത്തു. ഉണ്ടല്ലേ, ഇതേപോലെ ഒന്ന് നട്ടു കൊടുക്കുക. ഇതേപോലെ ഒന്ന് കൂടി ഇവിടെ നടുക. ഇവിടെ നടുക. പിന്നെ ഒന്ന് ഇവിടെ നടുക. ഒന്ന് ഇവിടെ നടുക. കണ്ടല്ലോ, ഇതേപോലെ ഇവിടെ 4 എണ്ണം ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. 5 എണ്ണം നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 5 എണ്ണം നട്ടു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 5-6 എണ്ണം നട്ടു കൊടുക്കുന്നുണ്ട്. ഉണ്ടല്ലോ, ഇതുപോലെ ഇവിടെ നട്ടു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ കണ്ടല്ലോ, ഇത് ഞാൻ ഇനിയിപ്പം താത്തു വെക്കേ. താത്തു വെച്ചിട്ട് കളിച്ച് ഇത് കണ്ടില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമല്ലോ. ഇത് കണ്ട, ഇനിയിപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടല്ലോ, കണ്ടാ ഇതുപോലെ നട്ടു കൊടുക്കുക. കണ്ട ഈ സൈഡ് കണ്ട, സൈഡിൽ ഇതേപോലെ 2 വരിയായിട്ടാണ് ഞാൻ നട്ടു കൊടുത്തിട്ടുള്ളത്. അതിലേ കൂടി ഇങ്ങനെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ, അടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ താഴോളം വരും. ആ സമയത്ത് അത് നല്ല ഉഷാറായിക്കോളും. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നൊരു നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരും. നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് ഞാനിങ്ങനെ നല്ല നല്ല വീഡിയോസ് കൊണ്ടുതരും. നിങ്ങൾക്കത് കാണാനും അതുപോലെ ചെയ്യാനും ഉള്ള സപ്പോർട്ട് ചെയ്യാനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നൊരു നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.